ഹലോ ഗായ്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുമല്ലേ? അപ്പോൾ ഇന്നൊരു ബർത്ത്ഡേ വ്ളോഗാണ്. വേറെ ആരുടെയല്ല, എൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ഞാനൊരു ഹാഫ് റെഡി ആയിട്ടുണ്ട്, ഡ്രസ്സൊക്കെ ഇട്ടിട്ടുണ്ട്, പിന്നെ മേക്കപ്പ് ചെയ്തിട്ടുണ്ട്. ഇനിയൊന്ന് ഹെയർ ചെയ്യണം, ഹെയർ ഒന്ന് സ്മൂത്ത് ചെയ്തു. ഇനിയൊന്ന് ഹെയർ കെട്ടണം, പിന്നെ പൊട്ട് വയ്ക്കണം, വേണ്ടെന്ന് ആലോചിക്കണം, ഓർണമെൻറ്റ്സ് ഇടണം, വാച്ച് ഇടണം. അപ്പോൾ ഇന്നത്തെ എൻ്റെ ബർത്ത്ഡേ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഞങ്ങൾ എല്ലാവരും കൂടെ ഇറങ്ങിയിട്ടുണ്ട്. എല്ലാവരുടെയും സ്പെക്സ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയൊക്കെ വെച്ചിട്ട് ഇറങ്ങിയേക്കണം. സോറി, കൂളിംഗ് ഗ്ലാസ് മാറ്റി വെച്ചിട്ട് ഇറങ്ങിയേക്കുന്നത്. അപ്പോൾ ഇന്ന് ബർത്ത്ഡേ ആയിട്ട് ചെറിയൊരു പരിപാടിയുണ്ട്. രേഷ്മേച്ചിയുടെ വീട്ടിൽ വെച്ചിട്ടാണ് നമ്മൾ പരിപാടി പ്ലാൻ ചെയ്തേക്കുന്നത്. എൻ്റെ മനുവിൻ്റെയും ബർത്ത്ഡേ ആണ്. എൻ്റെ ജൂലൈ 6th മനുവിൻ്റെ ജൂലൈ 5th. അപ്പോൾ രണ്ടും കൂടെ ഒന്നിച്ച് സെലിബ്രേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഞങ്ങളിങ്ങനെ ആദ്യമായിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. രേഷ്മേച്ചിക്ക് നമ്മളെ കൊണ്ട് ശല്യമൊന്നും ഇല്ലാണ്ടിരിക്കാനായിട്ട് ഫുഡൊക്കെ നമ്മൾ തന്നെ പ്രിപ്പയർ ചെയ്ത് കൊണ്ടുവരാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങൾ ബസ് നോക്കിക്കട്ടെ, അപ്പോഴേക്കും നിങ്ങൾ എനിക്ക് ഗിഫ്റ്റൊക്കെ ഒന്ന് കാണും. ഇതെനിക്ക് ആഷ് തന്ന ഗിഫ്റ്റാണ് ഗായ്സ്. ഇത് ബ്രാൻഡാണ് കേട്ടോ. മാല, മോതിരം, കഴിച്ചേനാണല്ലേ. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് ആഷ് തന്നിട്ടുള്ള ഗിഫ്റ്റ്. പിന്നെ എനിക്ക് ഉണ്ണി തന്നിട്ടുള്ളൊരു വാച്ചാണ് കേട്ടോ. പിന്നെ ഇത് ഉണ്ണി തന്നിട്ടുള്ളൊരു ഷൂ ആണ്. പിന്നെ ബർത്ത്ഡേക്ക് വേറെ ചെയ്ത ഡ്രസ്സും ഉണ്ണി തന്നെ വാങ്ങിച്ചു തന്നാണ്. അനു വന്ന ഗിഫ്റ്റ് ഉണ്ടായിരുന്നു, ഞാൻ വീഡിയോ എടുക്കാൻ മറന്നുപോയി. ഇത് നിഖിലിനെ വഴി വെച്ച് കിട്ടിയതാണ്. നമ്മളെല്ലാവരും കൂടെയാണ് ബർത്ത്ഡേ പാർട്ടിക്ക് പോകുന്നത്. അങ്ങനെ ഞങ്ങൾ രേഷ്മേച്ചിയുടെ അപ്പാർട്ട്മെൻറ്റിലെത്തി. ഞങ്ങൾക്ക് രണ്ടുപേരും കൂടി ഇനി വരാനുണ്ട്. അവർ വന്ന് വെയിറ്റ് ചെയ്യാനുള്ള ടൈമില്ല. ഓൾമോസ്റ്റ് 3 മണി ആയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. ഫുഡിൻ്റെ വീഡിയോ പ്രോപ്പറായിട്ട് എടുക്കാൻ കൂടെ ഞങ്ങൾക്ക് ആർക്കും പറ്റിയില്ല, ബിക്കോസ് അത്ര വിശപ്പായിരുന്നു. അപ്പം ഞങ്ങൾ ഉണ്ടാക്കിയത് മന്തിയായിരുന്നു കേട്ടോ. ഗ്രിൽഡ് ചിക്കൻ മന്തിയായിരുന്നു ഉണ്ടാക്കിയത്. അങ്ങനെ അതൊക്കെ കഴിച്ച് ഓൾമോസ്റ്റ് കഴിഞ്ഞു. അപ്പോഴേക്കും നിഖിൽ എനിക്കൊരു ഗിഫ്റ്റ് തന്നിട്ടുണ്ടായിരുന്നു. നിഖിലിന് സത്യത്തിൽ അറിയില്ലായിരുന്നു മനുവിൻ്റെയും കൂടെ ബർത്ത്ഡേ ഉണ്ടെന്ന്. വെറുതെ ഒരു ചെറിയൊരു ഗിഫ്റ്റ്, ഒരു ലിൻഡിൻ്റെ ഒരു ചോക്ലേറ്റ് തന്നതാണ്. ഞാൻ പ്രത്യേകം എല്ലാവരും വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗിഫ്റ്റ് ഒന്നും വേണ്ട, ഗിഫ്റ്റ് ഇല്ലാത്തൊരു ബർത്ത്ഡേ ആണ്. കാരണം എല്ലാവരുടെയും കൂടെ ഗിഫ്റ്റ് വരുമ്പോഴേക്കും, അതായത് 2 പേരുടെ ഗിഫ്റ്റ് മേടിക്കുമ്പോഴേക്കും എല്ലാവർക്കും ബുദ്ധിമുട്ടാവില്ലേ. സോ അത് വേണ്ടാന്ന് വിചാരിച്ചിട്ട് പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗിഫ്റ്റൊന്നും വേണ്ട എന്നുള്ളത്. അപ്പോഴേക്കും നമ്മുടെ ബാക്കി 2 കുരങ്ങന്മാരെത്തിയിട്ടുണ്ട്. നമ്മൾ ബർത്ത്ഡേ പാർട്ടി തുടങ്ങാനായിട്ട് പോവുകയാണ്. നമ്മൾ കുറച്ചധികം ഡെക്കറേറ്റീവ് ഐറ്റംസൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. മനുവിന് എനിക്കും ബർത്ത്ഡേ ബോയ്, ബർത്ത്ഡേ ഗേൾ എന്നൊക്കെ ഉള്ളൊരു ഇതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇവർക്ക് പാർട്ടി ക്രൂ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവം ഉണ്ടായിരുന്നു. ഇങ്ങനെ പിൻ ചെയ്ത് വെക്കാൻ പറ്റി. അപ്പോൾ അതൊക്കെ ആഷ് ഇങ്ങനെ എല്ലാവർക്കും പിൻ ചെയ്ത് കൊടുക്കുവാണ്. പിൻ ചെയ്യുമ്പോൾ നെഞ്ച് കുത്തി തുളയ്ക്കരുത് എന്നുള്ളൊരു ടെൻഷൻ ചേട്ടന്മാർക്ക് എല്ലാവർക്കും ഉണ്ട്. അവളത് നന്നായിട്ട് ഹാൻഡിൽ ചെയ്ത് എല്ലാവർക്കും കുത്തി കൊടുക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. ഹാൻഡിൽ ചെയ്തെന്ന് പറഞ്ഞ് നാവ് എടുത്തുള്ളൂ. അപ്പോഴേക്കും നിഖിലിനൊരു കുത്തും കൊണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ എങ്ങനെയൊക്കെ ഹാൻഡിൽ ചെയ്ത് നിഖിലും ആഷൊക്കെ കൂടെ അങ്ങോട്ട് കുത്തി. അപ്പോൾ ഇതൊക്കെയാണ് ഏകദേശം ഒരു ഇതുള്ളത്. രേഷ്മേച്ചിക്ക് അവിടെ വേറെ 2 റൂംമേറ്റ്സും കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവർ ഹോളിലിരിക്കുവാണ്. നമ്മൾ ഹോളിലാണ് പ്ലാൻ ചെയ്തേക്കുന്നത്. അപ്പോൾ നമ്മൾ നൈസായിട്ട് റൂമിൽ ഞാനും മനുവും ആഷിയും അനുവും രേഷ്മേച്ചിയും എല്ലാവരും കൂടെ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. കേക്കൊക്കെ ഉണ്ട്, 2 കേക്കൊക്കെ മേടിച്ചിട്ടുണ്ട് ഞങ്ങൾ. അങ്ങനെ നമ്മൾ ഇനി എന്താ ചെയ്യേണ്ടത്, എന്താ ഇതാകേണ്ടതൊക്കെ പ്ലാൻ ചെയ്യുവാണ്. ഞാൻ പറയുമായിരുന്നു ഞങ്ങൾക്ക് സർപ്രൈസാ. അവിടെ കൊണ്ടുപോയിട്ട് എല്ലാം മേക്ക് ചെയ്ത് എല്ലാം റെഡിയാക്കി ഞങ്ങൾക്ക് സർപ്രൈസ് തരാൻ പറഞ്ഞിട്ട് ഇവർ ഞങ്ങളിട്ട് വാട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. എന്തെങ്കിലും ചെയ്യേ, സുത്തിക്കാട്ട്. വീഡിയോ എടുത്തിട്ട് ഇരിക്ക. ഇത് കാണിക്കണോ? അപ്പോൾ ഞാനും മനും കൂടെ റൂമിൽ വെയിറ്റ് ചെയ്യുമായിരുന്നു. ഇവരെല്ലാവരും കൂടെ ചേർന്ന് നമ്മുടെ ബർത്ത്ഡേക്കുള്ള സെറ്റപ്പൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നിങ്ങൾ അതൊക്കെ പോയിട്ടൊന്ന് കണ്ടിട്ട് പോവാം. ഇതെന്താ ഇത്? വെയിറ്റ് ബിറ്റേ. എല്ലാവരും നിൽക്കും ഇവിടെ, എല്ലാവരും നിൽക്കും. അങ്ങനെ ഒരു സർപ്രൈസ് ഡെക്കറേഷനൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. സർപ്രൈസ് ഒന്നല്ല, ഞാൻ തന്നെയാണ് ഇതൊക്കെ വാങ്ങിച്ചത്. മനുവിനെ സംബന്ധിച്ച് ഇതൊരു സർപ്രൈസ് ആയിരിക്കും കേട്ടോ.
അപ്പോൾ ബർത്ത്ഡേ ബോയ് ബർത്ത്ഡേ ഗേൾ എന്നൊക്കെ പറഞ്ഞ ബാഡ്ജൊക്കെ കുത്തി ഞങ്ങളിങ്ങനെ റെഡി ആയിട്ടിരിക്കുകയാണ്. ഞങ്ങളുടെ ഒരു എൻട്രിയിൽ ഇവരൊരു സോങ് വെച്ചിട്ടുണ്ടായിരുന്നു. CID മൂസയിലെ കാർഡ് ഇറങ്ങി ഓടി വരും ആ ഒരു പാട്ടായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത്. കുറച്ച് കോമഡി ആക്കാൻ വേണ്ടി ചെയ്തതാണ്. ബട്ട് കോപ്പി റൈറ്റ് കിട്ടുന്നതുകൊണ്ട് എനിക്കതൊന്നും ആഡ് ചെയ്യാൻ പറ്റില്ല. സോ ഞാൻ എന്തെങ്കിലുമൊക്കെ മ്യൂസിക് ഇതിനകത്ത് ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞങ്ങളെ സർപ്രൈസ് ആണല്ലോ, അതുകൊണ്ട് ഞങ്ങളെ കാണിക്കാണ്ട് എല്ലാവരും മറഞ്ഞിരിക്കുകയാണ്. അതിന് ശേഷമാണ് ഞങ്ങളെ കേക്കൊക്കെ ഒന്ന് കാണിച്ചു തന്നത് തന്നെ കേട്ടോ. അപ്പോൾ എല്ലാവരും കൂടെ പാട്ട് കേട്ട് ഇങ്ങനെ എൻജോയ് ചെയ്ത് ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നെക്സ്റ്റ് ഇനി നമ്മളെ സർപ്രൈസ് എന്ന് പറഞ്ഞ് ഇങ്ങനെ കേക്ക് കാണിച്ചു തന്നു. വളരെ വളരെ വലിയൊരു സർപ്രൈസ് ആയിരുന്നു. ആദ്യമായിട്ടാണ് ഞാൻ ഒരുമിച്ച് ഒരാളുടെ കൂടെ ഒരു കേക്ക് ഷെയർ ചെയ്യുക, അല്ലെങ്കിൽ എൻ്റെ ഒരു ബർത്ത്ഡേ 2 പേരായിട്ട് സെലിബ്രേറ്റ് ചെയ്യാനൊക്കെ ആദ്യമായിട്ടാണ്. അത് മനു എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്, ആഷിയുടെ കസിനും ആണ്. അങ്ങനെ അവൻ്റെ കൂടെ സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. കേക്കിൻ്റെ മുമ്പിലെത്തിയ പിന്നെ ഓട്ടോമാറ്റിക്കലി കുറച്ച് പോസ് ചെയ്യലും ഫോട്ടോ എടുക്കലും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. പിന്നെ കത്തി ഇവിടെ വെക്കാനായിട്ട് മറന്നിട്ടുണ്ടായിരുന്നു. സോ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് കത്തി ഞങ്ങൾക്ക് കിട്ടിയത്. ഇനി നമുക്ക് കേക്ക് മുറിക്കാം അല്ലേ. അങ്ങനെ കേക്കൊക്കെ കട്ട് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കൽ വാങ്ങലും മുഖത്ത് ക്രീം തേക്കലും അങ്ങനെയുള്ള കലാപരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് പാർട്ടിയിലേക്ക് കിടക്കാം. ഞങ്ങളെ സംബന്ധിച്ച് എല്ലാവരും കൂടെ ഒന്ന് വട്ടത്തിൽ ഇരുന്നാൽ തന്നെ നമുക്ക് പാർട്ടിയാണ്. പിന്നെ കുറേ സംസാരമായി, അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കലായി. ഇതുവരെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാത്ത എന്തെങ്കിലും സീക്രട്സ് ഉണ്ടെങ്കിൽ പറയണം. അങ്ങനെ കുറേ കാര്യങ്ങളാണ് ഇതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ ചെയ്യുക. പിന്നെ മെയിനായിട്ട് ഞങ്ങൾ ഡാൻസ് കളിക്കും. എന്തെങ്കിലുമൊക്കെ നല്ല നല്ല പാട്ടൊക്കെ ഇട്ട് ഡാൻസ് കളിക്കാറുണ്ട്. ഇതിൽ നമുക്ക് കുറേ ഡാൻസേഴ്സും ഉണ്ട് കേട്ടോ. അപ്പോൾ ചില ഡാൻസ് ക്ലിപ്സൊക്കെ ഞാൻ കാണിച്ചു തരാം. കുറേ വീഡിയോ ഒക്കെ റോ ആയിട്ട് കാണിക്കണമെന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ട്. പക്ഷേ ഒറിജിനൽ സോങ് ഇട്ട് തന്നെ കോപ്പിറൈറ്റ് കിട്ടും, അതുകൊണ്ട് മാത്രമാണ് ഇടാത്തത്. അതിൻ്റെ ബ്യൂട്ടി ശരിക്കും പോകും. ഇതിൻ്റെ 2-3 ഡാൻസ് ഞാൻ കോപ്പിറൈറ്റ് കിട്ടുമെങ്കിലും കുറച്ച് പാട്ടുകളൊക്കെ ഇടുന്നുണ്ട്. എല്ലാവരും കണ്ട് എൻജോയ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. Mixed by DJ Killer Bass.
ആ ഡാൻസോട് കൂടി ഈ വർഷത്തെ കലാപരിപാടികളൊക്കെ അവസാനിച്ചിട്ടുണ്ട്. എനിക്ക് ഒഫീഷ്യലി 28 വയസ്സായി, എനിക്ക് മനുവിനും. ഇതൊരു പ്ലാൻഡ് ബർത്ത്ഡേ സെലിബ്രേഷൻ ഒന്നും ആയിരുന്നില്ല, ജസ്റ്റ് ഒരു സൺഡേ ആയതുകൊണ്ട് നമ്മൾ കൂടിയെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ബർത്ത്ഡേ വീഡിയോ ഇടാനായിട്ട് കുറച്ചധികം വൈകി പോയിട്ടുണ്ട്, എല്ലാവരും ക്ഷമിക്കണം. അപ്പോൾ അത്രേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ ബൈ ഗായ്സ്.